അച്ചടക്കം നിലനിർത്തുന്നതിന്റെ ഭാഗമായി അധ്യാപകരെടുക്കുന്ന നടപടികൾക്കെതിരെ കേസെടുക്കുന്നതിന് മുൻപ് പ്രാഥമിക അന്വേഷണം അനിവാര്യമെന്ന് ഹൈക്കോടതി. കുട്ടികളുടെ നല്ല ഭാവിക്കായി ചെറുശിക്ഷ നൽകിയാൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന ഭയത്തോടെയല്ല അധ്യാപകർ ജോലി ചെയ്യേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 6ാം ക്ലാസ്സുകാരനെ ചൂരലുകൊണ്ട് അടിച്ച കേസിൽ അധ്യാപകന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ നിരീക്ഷണം. രാഗിൻ ഹൈക്കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകും. രാഗിൻ, ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ കുറെ പേര് ആവശ്യപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവുന്ന സ്കൂളിൽ നിലവിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ തുടർന്ന്. എന്താണ് കോടതിയുടെ നിരീക്ഷണം? തീർച്ചയായും അക്ഷയ, അതുതന്നെയാണ് കാര്യം. അതായത് അച്ചടക്കം നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട് ചില നടപടികൾ അധ്യാപകർ സ്വീകരിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ വന്നാൽ കേസെടുക്കുന്നതിന് മുൻപ് പ്രാഥമിക അന്വേഷണം അനിവാര്യമാണ് എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കുട്ടികളുടെ നല്ല ഭാവിക്കായി ചെറുശിക്ഷ നൽകിയാൽ ക്രിമിനൽ കേസ് വരുമോ എന്നുള്ള ഭയത്തോടു കൂടിയല്ല അധ്യാപകർ ജോലി ചെയ്യേണ്ടത് എന്ന കാര്യവും കോടതി അതിൽ പറയുന്നുണ്ട്. ചില അധ്യാപകർ കുറ്റം ചെയ്യുന്നുണ്ടാവാം, പക്ഷെ അതുകൊണ്ട് എല്ലാ അധ്യാപകരും അല്ലെങ്കിൽ അധ്യാപക സമൂഹത്തെ അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം തന്നെ 6ാം ക്ലാസ്സുകാരനെ ചൂരൽ കൊണ്ട് അടിച്ചതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പോലീസ് അധ്യാപകനെതിരെ കേസെടുത്തിരുന്നു. അതിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഈ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ മുൻകാലങ്ങളിൽ അച്ചടക്കം നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട് ശക്തമായ നടപടികൾ അധ്യാപകർ എടുത്തിരുന്നു. അതിന്റെ ബെനിഫിറ്റ് കുട്ടികൾക്ക് കിട്ടുകയും ചെയ്തിരുന്നു എന്ന് കോടതി ഇതിൽ എടുത്തു പറയുന്നുണ്ട്. സംസ്ഥാനത്തെ ഇന്നത്തെ യുവതലമുറയുടെ സ്ഥിതി അലാമിംഗ് ആണ് എന്ന കാര്യം കോടതി സൂചിപ്പിക്കുകയാണ്. ലഹരിക്ക് അടിമകളും അതോടൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിലും അവർ ഏർപ്പെട്ടതായി കാണുന്നു. മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളും കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ അധ്യാപകരും വിശുദ്ധരാണെന്നല്ല പറയുന്നത്, പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പ്രിലിമിനറി എൻക്വയറി ഇതിൽ അനിവാര്യമാണെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, എന്തിനും ഏതിനും കേസ് കൊടുക്കുന്ന നേരത്തെ കോമൻചേട്ടനെ കുറിച്ച് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച റഫീഖ് അഹമ്മദിന്റെ കവിതയും ഈ കോടതി ഉത്തരവിൽ എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അത്തരത്തിൽ ഒരു ചെറുചൂരൽ ഈ അച്ചടക്കം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ, അതായത് കുറെ വർഷങ്ങളായി തന്നെ ചുരുളെടുക്കാൻ പാടില്ല, വടിയെടുത്ത് അടിക്കാൻ പാടില്ല എന്നുള്ള ഒരു നയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു മാറ്റം വരുമെന്നും കൂടി മനസ്സിലാക്കാം അല്ലെ? കോടതി ഈ ഉത്തരവിൽ പ്രധാനമായും ഒരു നിരീക്ഷണം എന്ന നിലയിൽ തന്നെയാണ് ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തിരിക്കുന്നത്. അതായത് വിഴിഞ്ഞം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. സ്വാഭാവികമായിട്ടും അത് വരും കാലങ്ങളിൽ ഇത്തരം നടപടികളെയൊക്കെ സ്വാധീനിക്കും ഈ കോടതി ഉത്തരവ് എന്നത് വ്യക്തമാണ്. നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത്തരത്തിൽ പണ്ട് കർശനമായിട്ടുള്ള ശിക്ഷണ നടപടികൾ അധ്യാപകർ എടുത്തിരുന്നു. അതിന്റെ ഗുണം കിട്ടിയിരുന്നു എന്ന് പൊതുസമൂഹവും അതല്ലെങ്കിൽ അത്തരം കുറെ ആളുകളൊക്കെ പറയുകയും ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നും അത്തരം കാര്യങ്ങൾ മുന്നോട്ട്